സ്റ്റോക്ക് മാർക്കറ്റിനെ ഉലയ്ക്കുന്ന അനേകം സംഭവ വികാസങ്ങൾക്കിടയിലും മുന്നേറുന്ന മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ വളരെയേറെയാണ്. അവയിൽ പണം മുടക്കാൻ പഠിക്കുന്നവരും അതുപോലെ തന്നെ ഏറെയാണ്. അവയുടെ മുന്നേറ്റം അപകടക്കെണിയാണോ, അതോ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആറ്റുനോറ്റ് കാത്തിരുന്ന ഈ മുന്നേറ്റം സ്റ്റോക്ക് മാർക്കറ്റ് വിധേയമായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ അടയാളമാണോ? ഇടത്തരക്കാരും സാധാരണക്കാരുമായ നിക്ഷേപകർ എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കാതിരിക്കണം? ഫോക്കസ് ഓൺ ഫൈനാൻസ് അവതരിപ്പിക്കുന്ന ഈ വീഡിയോ ഇവയുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. മാർക്കറ്റിന്റെ സമീപ സാധ്യതകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്ന ഈ വീഡിയോ ഡിവിഡന്റ്, ബൈബാക്ക്, നിഫ്റ്റിയുടെ സപ്പോർട്ട്, റെസിസ്റ്റൻസ് എന്നിവ സംബന്ധിച്ച് നിക്ഷേപകർക്ക് ഉപകാരപ്രദമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ആദ്യം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളുടെ മുന്നേറ്റം തന്നെ പരിശോധിക്കാം. മാർക്കറ്റിലെ തുടക്കക്കാർ മാത്രമല്ല, നേരത്തെ കടന്നു വന്നവരും ലാഭപ്രതീക്ഷയോടെ പണം ചെലവിട്ടത് പ്രധാനമായും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിലാണ്. നല്ല പങ്കിനും കൈ കൊള്ളുകയും ചെയ്തു. ലാർജ് ക്യാപ് ആയിരുന്നുവെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ അനേകമാണ്. എന്നാൽ മാർക്കറ്റിൽ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശ്രദ്ധിക്കാതെ പോകരുത്. ലാർജ് ക്യാപ്പുകളെക്കാൾ സുരക്ഷിതമായ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായിക്കൊണ്ടിരിക്കുന്നു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികളുടെ മികച്ച വളർച്ചയാണ് കാരണം. അതിനാൽ തന്നെ നിക്ഷേപകർക്ക് അവ ഇപ്പോൾ സധൈര്യം തിരഞ്ഞെടുക്കാം. 200-ലേറെ കമ്പനികൾ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയ വരുമാന വളർച്ച 15% ഏറെയാണ്. അത്ര തന്നെ കമ്പനികൾ 18% വളർച്ച കൈവരിച്ചു. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയേക്കാൾ കൂടിയ നിലയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തം, ഈ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികൾ അപകടക്കെണിയല്ല, സുരക്ഷിത നിക്ഷേപ വർഗമാണ് എന്ന സത്യം ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികളിൽ പലതിന്റെയും സവിശേഷതകൾ നോക്കുക. അവയ്ക്ക് പലതിനും കടബാധ്യത ഒട്ടുമേ ഉണ്ടാവില്ല. സമ്പദ് വ്യവസ്ഥ മോശമായാലും അവയ്ക്ക് ക്ഷീണം ഉണ്ടാകുന്നില്ല. കടബാധ്യതയുള്ള കമ്പനികൾക്കാണ് സമ്പദ് വ്യവസ്ഥ മോശമാകുമ്പോൾ പ്രതിസന്ധി പൊതുവെ നേരിടാറുള്ളത്. സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുമ്പോഴാകട്ടെ ഈ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികൾക്കായിരിക്കും കൂടുതൽ മുന്നേറാനാകുക. ഇത്തരം കമ്പനികളിൽ പലതും സാങ്കേതിക അർത്ഥത്തിൽ സ്മോളോ മീഡിയമോ ഒക്കെ ആയിരിക്കാം എന്നേ ഉള്ളൂ. ദേ ആർ ആക്ച്വലി ബിഗ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇവ വാങ്ങിക്കൂട്ടുകയാണ് എന്ന കാര്യം ഓർക്കുക. മാർക്കറ്റിലെ 50%-ഓളം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളുടെയും വില ലോങ് ടേം ആവറേജ്, ദീർഘകാല ശരാശരിക്ക് മുകളിൽ എത്തിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. ഇനി മാർക്കറ്റിന്റെ വരും ദിവസങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ സ്റ്റോക്ക് മാർക്കറ്റിന് മാത്രമല്ല ലോക സാമ്പത്തിക മേഖലയ്ക്ക് ആകെ തന്നെ അതീവ താല്പര്യമാണുള്ളത്. 2025-26 സാമ്പത്തിക വർഷത്തെയും ഇക്കഴിഞ്ഞ ജനുവരി-മാർച്ച് ക്വാർട്ടറിലെയും GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നിരക്ക് ജൂൺ 5-ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പ്രഖ്യാപിക്കുകയാണ്. സാമ്പത്തിക വർഷത്തെ നിരക്ക് 7.6%, ജനുവരി-മാർച്ച് ക്വാർട്ടറിലെ നിരക്ക് 7.3% ആയിരിക്കുമെന്നാണ് പൊതുവെ അനുമാനിക്കുന്നത്. ഇതിൽ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. എന്തായാലും അത് മറ്റു രാജ്യങ്ങളെക്കാൾ വളരെ മികച്ച നിലവാരമാണ് ഇന്ത്യയിലേത് എന്ന കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. GDP പോലെ തന്നെ മാർക്കറ്റിന് വലിയ താല്പര്യമുള്ളതായിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പ നിരക്ക് സംബന്ധിച്ച് ജൂൺ 5-ന് പ്രഖ്യാപിക്കുന്ന നയം. ജൂൺ 3-ന് ആരംഭിച്ച് ജൂൺ 5-ന് അവസാനിക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി, ഈ കമ്മിറ്റിയാണ് പലിശ നിർണ്ണയിക്കുന്നത്. ഈ യോഗത്തിന്റെ ശുപാർശ ജൂൺ 5-ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. നിരക്കുകളിൽ ഇത്തവണ ഒരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഗവർണറുടെ പ്രഖ്യാപനത്തിൽ നിന്ന് ഭാവി സാധ്യതകൾ വായിച്ചെടുക്കാൻ മാർക്കറ്റ് തയ്യാറാകും. പ്രതികരണം തത്സമയം തന്നെ മാർക്കറ്റിൽ പ്രതിഫലിക്കുകയും ചെയ്യും, പ്രത്യേകിച്ച് ബാങ്കിംഗ് ഓഹരികളിൽ. 2025-ൽ ആകെ നിരക്ക് 1.25% വർദ്ധിപ്പിച്ച ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുവരെ പലിശ വർധന പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഈ സാമ്പത്തിക വർഷം ഒരു തവണയെങ്കിലും വർധന വേണ്ടി വന്നേക്കുമെന്നാണ് അനുമാനിക്കുന്നത്. മാർക്കറ്റ് വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചയുടെ തുടർച്ചയാണ്. ഏപ്രിലിൽ ഇന്ത്യ-US ടീമുകൾ വാഷിംഗ്ടണിൽ നടത്തിയ ചർച്ചകളുടേത് ഫലപ്രദമായിരുന്നു. അതിന്റെ തുടർച്ചയ്ക്കായി US ടീം ജൂൺ 1-ന് ന്യൂഡൽഹിയിൽ എത്തുന്നുണ്ട്. ഇടക്കാല കരാറെങ്കിലും വൈകാതെ സാധ്യമാകണമെന്ന ലക്ഷ്യത്തോടെയാണ് 4 ദിവസത്തെ ചർച്ചകൾ. അതിനിടെ ഇന്ത്യക്ക് വളരെ അനുകൂലമായ ഒരു കരാർ അമേരിക്കയുമായി ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞ ആഴ്ച സാധ്യമായി.
ഇലക്ട്രിക് വാഹനങ്ങൾ, സെമി കണ്ടക്ടർ, ബാറ്ററി, സോളർ പാനൽ, സ്മാർട്ട് ഫോൺ, എയ്റോസ്പേസ് സിസ്റ്റംസ്, മിലിറ്ററി എക്യുപ്മെന്റ് എന്നിവയ്ക്ക് ആവശ്യമായ ക്രിട്ടിക്കൽ മിനറൽസ്, റെയർ എർത്ത് എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുന്നത് സംബന്ധിച്ച കരാറാണ് ഒപ്പുവയ്ക്കപ്പെട്ടത്. ഇപ്പോൾ ഇവയുടെ 93% ചൈനയെയാണ് ഇന്ത്യ ആശ്രയിക്കുന്നത്. ഇന്ത്യ കാനഡ FTA ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, അതായത് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കുന്നതിന് മുന്നോടിയായുള്ള ചർച്ചകളിലെ പുരോഗതിയും മാർക്കറ്റിന് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. മെയ് അവസാനം കാനഡയിൽ നടന്ന മന്ത്രിതല ചർച്ചയിൽ നിന്ന് വ്യക്തമാകുന്നത് നവംബറോടെ കരാർ സാധ്യമാകും എന്നാണ്. നിലവിൽ ഇന്ത്യ കാനഡ ട്രേഡിന്റെ മൂല്യം $866 കോടി മാത്രമാണ്. ഇത് 3000 കോടി $എത്തിക്കാൻ കരാർ ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ കാനഡയിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽസ്, സ്റ്റീൽ, സീ ഫുഡ്, കോട്ടൺ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക് ഗുഡ്സ്, കെമിക്കൽസ് എന്നിവയാണ്. കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് പൾസസ്, പേൾസ്, സെമി പ്രഷ്യസ് സ്റ്റോൺസ്, കോൾ, ഫെർട്ടിലൈസർ, പേപ്പർ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ്. മാർക്കറ്റിന് പ്രതീക്ഷിക്കാൻ വക നൽകുന്ന മറ്റൊരു കാര്യം രാജ്യത്തെ ടെക്സ്റ്റൈൽ, ഗാർമെന്റ് കമ്പനികൾ യൂറോപ്പ്, UK എന്നിവിടങ്ങളിലേക്ക് സാന്നിധ്യം വ്യാപിപ്പിക്കുന്നു എന്നതാണ്. ബംഗ്ലാദേശ്, വിയറ്റ്നാം എന്നീ സോഴ്സിംഗ് ഹബുകളുമായുള്ള മത്സരത്തെ ജീവിക്കുകയാണ് ഈ ശ്രമത്തിന്റെ ലക്ഷ്യം. യൂറോപ്പ്, UK എന്നിവിടങ്ങളിൽ ഷോറൂമുകൾ തുറന്നും അവിടേക്ക് നടക്കുന്ന ട്രേഡ് ഫെയറുകളിൽ പങ്കെടുത്തുമാണ് ഈ ശ്രമങ്ങൾ നടത്തുന്നത്. ഇത് വലിയ തോതിൽ പ്രയോജനം ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പല കമ്പനികൾക്കും ട്രയൽ ഓർഡറുകൾ ലഭിച്ചു തുടങ്ങി. സിംഗിൾ എക്സ്പോർട്ട് മാർക്കറ്റ് എന്ന പരിമിതി മറികടക്കാൻ കൂടുതൽ രാജ്യങ്ങളുമായുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ നിലവിൽ വരുന്നതോടെ സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഗോകുൽദാസ് എക്സ്പോർട്സ്, KPR മിൽ, അരവിന്ദ്, വെൽസ്പൺ ലിവിംഗ്, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് തുടങ്ങിയ കമ്പനികൾ. കേരളത്തിൽ നിന്നുള്ള കിറ്റക്സ് ഗാർമെന്റ്സും യൂറോപ്പ്, UK വിപണികൾ ലക്ഷ്യമിടുന്നുണ്ട്. യൂറോപ്പ്, UK വിപണികളിലേക്ക് കഴിഞ്ഞ വർഷം കയറ്റുമതി ചെയ്തത് $976 കോടി ടെക്സ്റ്റൈൽസ് ആണ്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ നിലവിൽ വരുന്നതോടെ ഇത് $1500 കോടി കണക്കാക്കുന്നു. സെൻസെക്സ്, നിഫ്റ്റി ബാങ്ക് എന്നിവയുടെ ക്ലോസിംഗ് നിലവാരം, നിഫ്റ്റിയുടെ സപ്പോർട്ട്, റെസിസ്റ്റൻസ് റേഞ്ചുകൾ എന്നിവ ഇനി പരിശോധിക്കാം. സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 74,775.74 നിലവാരത്തിലാണ്. നിഫ്റ്റി 50 ക്ലോസ് ചെയ്തത് 23,547.75 നിലവാരത്തിലും. നിഫ്റ്റി ബാങ്കിന്റെ ക്ലോസിംഗ് നിരക്കാകട്ടെ 54,239.20. ഈ സാഹചര്യത്തിൽ നിഫ്റ്റിക്ക് ലഭിക്കാവുന്ന സപ്പോർട്ടിന്റെ നിലവാരം താഴ്ന്നുപോയിരിക്കുന്നു. അത് ഇപ്പോൾ 23,250 ആണ്. നിഫ്റ്റിക്ക് നേരിട്ടേക്കാവുന്ന റെസിസ്റ്റൻസ് 23,750-നും 23,800-നും ഇടയിലായിരിക്കും. ഇക്കഴിഞ്ഞ ആഴ്ചയും നിഫ്റ്റിക്ക് 23,800 പോയിന്റിനു മുകളിൽ സുസ്ഥിരമായി നിൽക്കാൻ കഴിയാത്തത് അടിയൊഴുക്കിന്റെ ദൗർബല്യമാണ് സൂചിപ്പിക്കുന്നത്. 23,800 എന്നത് വളരെ ശക്തമായ കടമ്പയാണ്. ആ കടമ്പ പിന്നിടാൻ കഴിയുക മാത്രമല്ല, അവിടെ സുസ്ഥിരമായി നിലയുറപ്പിക്കാൻ കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ വിപണിക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം തൽക്കാലം സാധ്യമാകുകയുള്ളൂ. ഇനി ഡിവിഡന്റിന് അർഹതയുള്ള ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെ എന്ന് നിർണ്ണയിക്കുന്നതിന് വിവിധ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റുകൾ ഏതൊക്കെ എന്ന് നോക്കാം. ജൂൺ 1 കോൾഗേറ്റ് പാൽമോളിവ്, എപ്പിഗ്രാൽ ലിമിറ്റഡ് എന്നിവ റെക്കോർഡ് തീയതിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 3 അശോക് ലേലൻഡ്, നവനീത് എഡ്യൂക്കേഷൻ എന്നിവ പ്രഖ്യാപിച്ചിരിക്കുന്ന റെക്കോർഡ് ഡേറ്റ്. റാലിസ് ഇന്ത്യയുടെ റെക്കോർഡ് ഡേറ്റ് ജൂൺ 4. ജൂൺ 5 റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ബാങ്ക് ഓഫ് ബറോഡ, സിപ്ല, ICICI പ്രൂഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ്, JSW എനർജി, പൊന്നി ഷുഗേഴ്സ് എന്നിവ റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നു. വിപ്രോ ലിമിറ്റഡ് ഓഹരികൾ തിരികെ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഷെയർ ബൈബാക്ക് പദ്ധതി പ്രകാരം നിശ്ചയിച്ചിരിക്കുന്ന റെക്കോർഡ് ഡേറ്റ് ജൂൺ 5. ട്രെൻഡ് ലിമിറ്റഡ്, ആനന്ദ് രതി വെൽത്ത് ലിമിറ്റഡ് എന്നിവ ബോണസ് ഓഹരി നൽകുന്നു. ആനന്ദ് രതി 1:1 റേഷ്യോയിലാണ് ബോണസ് ഓഹരി അനുവദിക്കുന്നത്. റെക്കോർഡ് ഡേറ്റ് ജൂൺ 3. ട്രെൻഡ് ലിമിറ്റഡ് 1:2 റേഷ്യോയിലാണ് ബോണസ് ഓഹരി അനുവദിക്കുക. റെക്കോർഡ് ഡേറ്റ് ജൂൺ 4. കേരളം ആസ്ഥാനമായ ഹാരിസൺസ് മലയാളം, റബ്ഫുല ഇന്റർനാഷണൽ, കിറ്റക്സ് ഗാർമെന്റ്സ്, CMRL, കേരള ആയുർവേദ, GTN ടെക്സ്റ്റൈൽസ്, പാറ്റ്സ്പിൻ ഇന്ത്യ എന്നിവയുടെ പ്രവർത്തന ഫലം കഴിഞ്ഞയാഴ്ച പുറത്തു വന്നിട്ടുണ്ട്.